നമുക്കിന്ന് വീട്ടിലിരുന്ന ഒരു ബ്ലാങ്കറ്റ് തയ്ക്കാവേ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 പീസാണ്. ഒരു സാരി രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഒത്തിരി വലുതായി പോകും. അപ്പോൾ നമ്മളത് 3ആയിട്ട് മുറിച്ച് എന്നിട്ട് അതിൻ്റെ 2 പീസ് എടുത്ത് അകത്ത് വേറൊരു സാരിയുടെ ഒരു പീസും കൂടെ അതേ ഇതിൽ വെച്ചു. എന്നിട്ട് നമ്മൾ അടി വെക്കുന്ന സാരി വീതി ഉള്ളതായിരിക്കണം ആ പീസ്. മുകളിൽ വെക്കുന്ന സാരിക്ക് മുകളിൽ വെക്കുന്ന 2 പീസിനും അധികം വീതി വേണ്ട, അത്രയും വീതി വേണ്ട. കാരണം ഒന്ന് കൂടുതലും മടക്കി വെക്കാനുള്ള വീതി അടി വെക്കുന്ന സാരിക്ക് വേണേ. എന്നിട്ട് നമ്മൾ ആ പീസ് നന്നായിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ കോണും കൂടെ ഒന്ന് ശരിയാക്കണേ. കോണും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് ശേഷം നമ്മൾ അടിക്കുക, മെഷീനെ തയ്ക്കുക. മെഷീനെ തയ്ച്ച് അതിൻ്റെ 4 വശവും നമ്മൾ തയ്ച്ച് കോണെല്ലാം ശരിയാക്കി 4 വശവും തയ്ക്കുമ്പം നല്ല കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റ് നമുക്ക് തയ്ക്കാൻ പറ്റും. നമ്മൾ കമ്പിളി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ അത്രയും വരത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ പഴയ സാരിയൊക്കെ ഉണ്ട്, നമുക്കത് ഇങ്ങനെ ഉപകാരപ്രദമാക്കാം. ഇന്ന് ശരിക്കും നമുക്കത് നല്ലൊരു പ്രയോജനമുള്ള ഒരെണ്ണം. നിങ്ങളത് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ 3 പീസ് എടുക്കണം. ഒരു സാരി 2ആയിട്ട് മുറിച്ചാൽ ഒത്തിരി നീളമായി പോകും. അപ്പം നമ്മൾ ആ സാരിയെ 3ആയിട്ട് മടക്കണം. എന്നിട്ട് അത് മുറിച്ചെടുക്കണം. ഇവിടെ അകത്തൊരു പീസ് വെക്കുക, ഏറ്റവും അടിയിൽ വീതി കൂടിയ പീസ് വെക്കണം. മുകളിൽ വെക്കുന്ന 2നും അത്രയും വീതി വേണ്ട. എന്നിട്ട് നമ്മൾ മെഷീനിൽ അതിൻ്റെ കോണ് ശരിയാക്കി തയ്ച്ചിട്ട് അതിനകത്തിരിക്കുന്ന സാരി ചുളുങ്ങാതെ നോക്കണം. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി സൈഡ് ഇങ്ങനെ മടക്കി അടിച്ച് എടുത്താൽ നല്ല ഒന്നാന്തരം ഒരു ബ്ലാങ്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാമാന്യം കട്ടിയുണ്ട്, നമുക്കെപ്പോഴും നമുക്കത് പുതയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. നല്ല കോട്ടൺ സാരിയുടെ ആണെങ്കിൽ നല്ലതായിട്ടിരിക്കും. ഇതൊരു സെമി കോട്ടനാണ് തോന്നുന്നത്. ഇത് ശകലമൊക്കെ ചുളുക്കമുണ്ട്, അത് ഞാൻ മടക്കി വെച്ചതിൻ്റെയാണ്. നല്ല ചുളുക്കം നിവർത്ത് നന്നായിട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയാണ്. നമുക്കതുപോലെ വളരെ ഉപകാരവും ഉണ്ടത്. ഇനി നൈസായിട്ടുള്ള തുണിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 3 പീസ് എടുക്കണം. പക്ഷേ അതുകൊണ്ട് കനം കുറഞ്ഞതായിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി കട്ടിയുള്ളത് വേണമെങ്കിൽ ശകലം കട്ടിയുള്ള സാരി എടുക്കണം. ഇനി നിങ്ങളിത് പുതയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നല്ലൊരു ബെഡ്ഷീറ്റ് ആക്കാനും പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് പഴയ സാരികളോ പഴയ ബെഡ്ഷീറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ തയ്ച്ച് നമുക്ക് ഉപകാരപ്രദമാക്കും. വേറൊരു കാര്യമാണ്, നമ്മളിങ്ങനെ തയ്ച്ചിട്ട് ഇതിനെ ഔട്ടർ തയ്ച്ചതിന് ശേഷം ഇതിനകത്ത് പഞ്ഞിയോ വല്ലതും നിറച്ചാൽ നല്ല ഒരു ഫോം ബെഡ് പോലെ നമുക്ക് അതും ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് പൈസ മുടക്കില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒത്തിരി പഴയ സാരികളും മറ്റു തുണികളും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാൽ നല്ലതായിരിക്കും. നിങ്ങളിത് ഫോം ബെഡായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കട്ടിക്കല്ലാതെ നമുക്ക് നമ്മുടെ സെറ്റിയിലൊക്കെ ഇടാൻ അതേ ഷേപ്പിലൊക്കെ നമുക്ക് വേണേൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഒരുവിധം കട്ടിയിൽ നമുക്കിത് ഇതിനകത്ത് പഞ്ഞിയോ പഴയ തുണികളുണ്ട് അതൊക്കെ നിറച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഞാനിതൊരു ബെഡ്ഷീറ്റിൻ്റെ വലുപ്പത്തിൽ എടുത്തതേ ഉള്ളൂ. ഇത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് തറയിലിട്ടിരിക്കാനോ ഒക്കെ നമുക്ക് ഉപകാരപ്രദമാകും. നിങ്ങളിതുപോലെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഞാനിതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട്. നിങ്ങൾ നേരം കിട്ടുമ്പോൾ കയറി കണ്ട് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനോ നോട്ടിഫിക്കേഷനൊന്നും ഓൺ ചെയ്തിടണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.